പോയി. അപ്പൊ മായ എവിടെ പോയി കളിയാ? എവിടെ പോയിന്നല്ലേ ഞാനും തപ്പിക്കൊണ്ടിരിക്കുന്നത്. മായ മാത്രമല്ല, ശിവൻകുട്ടിയും കാണാനില്ലേ? അവൻ ഈ നേരത്തെ എവിടെ പോയി? അവൻ പോയടാ നാരായണൻകുട്ടി, അവൻ പോയി. അവളെ കൊണ്ട് പോയി. കത്തെഴുതി വെച്ചിരിക്കുന്നു. മംഗലം വീട്ടിലെ മഹാമനസ്കരെ, എന്റെ പ്രിയപ്പെട്ട പ്രേമഭാജനത്തോടൊപ്പം ഞാനെന്ന ശിവൻകുട്ടി ഇതാ ഒരു മായാലോകത്തേക്ക് പറക്കുന്നു. ഇത്രയും കാലം എനിക്ക് കിട്ടാതിരുന്ന 10 മാറ്റുള്ള സ്ത്രീ ഹൃദയം ഞാനിതാ നേടിയെടുത്തിരിക്കുന്നു. നിങ്ങൾ ആരും ഇതിൽ സങ്കടപ്പെടണ്ട. നിങ്ങളുടെ ഓമനപുത്രൻ ശിവൻകുട്ടിക്ക് ഒരു മായാദേവിയുടെ സ്വർഗരാജ്യം വീണ് കിട്ടിയിരിക്കുന്നു. അവളുടെ സമ്പത്തും ഐശ്വര്യവും സ്നേഹവും എല്ലാം ഇനി എനിക്കാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ, ഗുഡ് ലക്ക്. എടാ ശിവൻകുട്ടി, നീ പോയത് പിന്നെ സഹിക്കാം. നീ എടുത്തോണ്ട് പോയത് എന്താണെന്ന് ഓർക്കുമ്പോ എന്റെ തല കറങ്ങുന്നടാ. അവര് തമ്മിൽ ശരിക്കും സ്നേഹമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലത്. മായേ, മായ മോളെ, ശിവൻകുട്ടി എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ നാരായണൻകുട്ടി. എവിടാ ഇപ്പൊ ഒന്ന് തിരയുക? ഇപ്പൊ മനസ്സിലായ? ഇന്നലെ രാത്രി കിട്ടിയ ഈ മേഘ സന്ദേശം ആ കള്ളൻ എഴുതിയതാ. മുൻവശത്ത് വാതിൽ തുറക്കാൻ അവൻ കാത്തിരിക്കുന്നു. ഞാൻ ഈ പാവത്തിന് വെറുതെ സംശയിച്ച് തല്ലി ചേട്ടാ. ഞാനും ആ വിശാലത്തിനെ വെറുതെ ചവിട്ടി. ഏട്ടനും ഏട്ടത്തെയും കൂടെ ശിവൻകുട്ടിയെ വെച്ച് കള്ളക്കളി കളിച്ച് മായയെ പറ്റിച്ച് സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കാന്ന് വിചാരിച്ചു അല്ലേ? അത് ഈ വീട്ടിൽ നടക്കില്ല. അയ്യോ, എന്റെ കമലാക്ഷേത്രത്താണ് ഞാൻ വിവരറിയോ? ഞാനിത് മുത്തച്ഛനോട് പറയും. ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തൊരു വിഡ്ഢിത്തരം നിങ്ങൾ കാണിക്കുന്നത്? അന്തസ്സും ആഭിജാത്യമുള്ളൊരു തറവാടല്ലേ അത്? ബുദ്ധിയുള്ള ആണുങ്ങളല്ലേ നിങ്ങളൊക്കെ? തൽക്കാലത്തേക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി മുത്തച്ഛനോട് സത്യം പറഞ്ഞ് മായയെ കണ്ടുപിടിക്കാൻ നോക്കാതെ നിങ്ങൾ ഇങ്ങനെ തമ്മിത്തല്ലേ? ആർക്കാ അതിന്റെ നാണക്കേട്? മുത്തച്ഛനോട് പറയണോ വേണ്ടയോ എന്ന് ആദ്യം നിങ്ങൾ തന്നെ തീരുമാനിക്കേ. രണ്ടായാലും നിങ്ങൾക്ക് ദോഷം വരരുത്. അതിനിടയ്ക്ക് അവളെ കണ്ടുപിടിച്ച് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. മനുഷ്യന്റെ ഒരു അവസ്ഥയെ അയ്യേ കഷ്ടം. എന്താ എല്ലാരും ശവം പോലെ നിക്കണേ? മായ എവിടെ? മായ അവളെ അമ്പലത്തിൽ പോയച്ചാ. അവിടെ സപ്താഹമായന നടക്കല്ലേ? എന്നാ പിന്നെ അത് വാ തുറന്നൊന്ന് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ എത്ര നേരമായിട്ട് അവളെ വിളിക്കുന്നു. അച്ഛൻകുട്ടിയെ, എന്താ നിന്റെ മകൻ എന്റെ പേഴ്സിൽ ഇന്നലെ രാത്രി കുറച്ച് പൈസ മോട്ടിച്ചിട്ടുണ്ട്. അത് നിന്റെ കണക്കിലോട്ട് എഴുതിയേ. എന്നിട്ട് അവന്റെ 2 മുട്ടുകാലും തല്ലി ഒടിച്ചേക്ക്. ശിവൻകുട്ടിയേട്ട എന്തിനാ അങ്ങനെ ഒരു കത്തെഴുതി വെച്ചത്? ഒരു കാര്യം തീർച്ച, അവൻ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ നാട് വിട്ടിട്ടുണ്ട്. ആ എഴുത്ത് വായിച്ചത് നീയാണെന്നാണ് അവരൊക്കെ ധരിച്ചിരിക്കുന്നത്. മുത്തച്ഛനാണെങ്കിൽ നിന്നെ വിളിച്ചോണ്ടിരിക്കുക. അവർക്കതൊട്ട് പറയാൻ ധൈര്യവും ഇല്ല. ഈശ്വര, മുത്തച്ഛൻ അറിഞ്ഞ ആകെ പ്രശ്നമാവും. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ഈ ബഹളം നടക്കുമ്പോ നീ അങ്ങോട്ട് ചെല്ലണ്ട. ഒരുപക്ഷേ നമുക്കിതൊരു സഹായമാവും. നീ ധൈര്യമായിട്ടിരിക്കേ. ദാസനെ ഞാൻ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ചെറിയച്ഛൻ ചാച്ചിയുടെ ചെറിയച്ഛൻ സാറിനെ കാണാൻ വന്നിരിക്കുന്നു. കുഞ്ഞിനെ നോക്കിക്കോ. ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്, ഒന്ന് വന്നേ. അയ്യേ, അതൊന്നും ശരിയാവില്ല. എന്റെ വൈഫ് സമ്മതിക്കില്ല. ഞങ്ങൾ ഡോക്ടറുടെ കാല് പിടിക്കാം. മായയെ കണ്ടില്ലെങ്കിൽ അച്ഛൻ ആകെ പ്രശ്നമാവും. മായ അമ്പലത്തിൽ പോയി എന്റെ പെണ്ണുകൾ നുണ പറഞ്ഞതാ. അച്ഛൻ മായ അന്വേഷിച്ച് അമ്പലത്തിൽ പോയിരിക്കുക. അവിടെ ഒരു സപ്താഹവും ഒരു പുല്ലുമില്ല. എന്തെങ്കിലും ഒരു കള്ളക്കളി കളിച്ചില്ലെങ്കിൽ ഇപ്പൊ ആകെ പ്രശ്നമാവുന്നേ. കുറച്ചെടുത്തേക്ക് മതി. നിന്നോട് പറഞ്ഞില്ലേ കയ്യിൽ വിടാൻ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എന്ത് ധൈര്യത്തിലാണ് ഞാൻ അവളെ അങ്ങോട്ട് അയക്കുന്നത്? ഞങ്ങളുണ്ട്. മാനസേശ്വരിയുടെ മേത്ത് ഒരു തരി മണ്ണ് വീഴാതെ ഞങ്ങൾ നോക്കാം. നീ പോയി മായയുടെ സാരി ബ്ലൗസും വേഗം എടുത്തിട്ട് വാ. ഡോക്ടർ സമ്മതിക്കും. ചെല്ലി സമ്മതിക്കും. അതിനവൾക്ക് ആകെ 5-10 മലയാളമാക്കി അറിയൂ. മാത്രമല്ല പരമാനന്ദിക്ക് അത് ഇഷ്ടാവില്ല. അതെ അതെ, പരമാനന്ദ സമ്മതിച്ചില്ല. എനിക്ക് അവളോട് ചോദിക്കണം. ഉപേക്ഷിക്കരുത്. ഈ സമയത്ത് ഞങ്ങളെ സഹായിക്കണം. ദൈവാനുഗ്രഹം ഉണ്ടാകും. എന്ത് പ്രത്യുപകാരം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. എനിക്കൊന്ന് ആലോചിക്കണം. തുടരുത്, ആലോചിക്കട്ടെ. പിടികിട്ടിയ അവളെ മായയെ പോലെ വേഷം കെട്ടിച്ച് മുത്തച്ഛന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തണം. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്യാം. നിങ്ങൾ ഓർത്തിട്ടൊന്നുമല്ല, ഒരു പ്രായമായ മനുഷ്യന്റെ മനസ്സ് വേദനിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ഞാൻ പറഞ്ഞ അവള് കേക്കും. പക്ഷേ ഒരു കാര്യം, അനാവശ്യമായിട്ട് ആരെങ്കിലും അവളെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരു ഈച്ച ആ ഭാഗത്ത് പറക്കില്ല. അതിരിക്കട്ടെ, അവളവിടെ വന്നാൽ ഞങ്ങൾ എങ്ങനെയാ മാമ ഉണ്ണുന്നത്? എന്റെ കുഞ്ഞിനെ ആര് നോക്കും? ഊണ് നമ്മുടെ വീട്ടിൽ കഴിക്കാം. കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം. ഡോക്ടറെ കൂടെ ഞങ്ങൾ മുഴുവനുണ്ടാവും. അപ്പൊ എന്താ വേണ്ടത്? മാനസേശ്വരി മായയായി അമ്പലത്തിൽ പോയി മുത്തച്ഛനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരണം. അത്രയല്ലേ ഉള്ളൂ. ആദ്യം ഞാൻ ഏറ്റു. പക്ഷെ അതുവരെ എന്റെ കുഞ്ഞിനാര് മുല കൊടുക്കും?
दीप जले सांझ ढली दीप जले नीले गगन के तले साजना सांझ ढली दीप जले नीले गगन के तले साजना सांझ ढली दीप जले. ഹലോ, ഇവിടെ നിന്ന് വെട്ടി വിഴിഞ്ഞോ. അരമണിക്കൂറെന്നും പറഞ്ഞ് എന്റെ കുഞ്ഞിന്റെ അമ്മയെ വിളിച്ചോണ്ട് പോയിട്ടേ നേരം കുറേ ഇറക്കി വിട്. അയ്യോ, അവരച്ഛന്റെ മുറിയില്ല. അതിനെനിക്കെന്താ, മണി 9 കഴിഞ്ഞു, എനിക്ക് കിടന്ന് ഉറങ്ങണം. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി വിളിച്ചോളാം. അയ്യോ അയ്യോ, നിക്ക് ഡോക്ടറെ നിക്ക്. കുഴപ്പമുണ്ടാക്കല്ലേ, ഞങ്ങൾ വിളിച്ചു തരാം. അവളെ വിളിച്ചോ ഞങ്ങളെ. ഹിന്ദിയിൽ ഇപ്പൊ എങ്ങനെ വിളിക്കാം? അയ്യോ, ഹിന്ദി വിളിക്കാൻ വളരെ എളുപ്പം. ആഹോ ആഹോ എന്ന് വിളിച്ചാ മതി, അല്ലേ ഡോക്ടറെ? നല്ല ആവോന്ന് ഒന്ന് ചെന്ന് വിളിക്കും ഞങ്ങളെ. ആവോ ആവോ. ആവോ. मैं चाह रही केवल प्रभु के श्री चरणों की सेवा करना. मैं कर लूंगी संतोष मिले यदि गायों की सेवा करना. बोलो मदंग बेटी शबरी यदि अन्यस्तु तो कौन श्रेष्ठ. तुझमें तो प्रभु ही बोल रहे निश्चय होगी तू भक्त श्रेष्ठ. आंखों भर आई शबरी की. അളിയാ, ഇതെങ്ങോട്ടാ? മോളിലെ മുറിയിലേക്കാ. ഡോക്ടർ ഇങ്ങോട്ട് താമസം മാറ്റുക. ഇതെന്റെ ഐഡിയ. മായയുടെ മുറി ഏതായാലും ഒഴിഞ്ഞു കിടക്കല്ലേ. അച്ഛനാണെങ്കിൽ എപ്പോഴും മായ മായ എന്ന് വിളിച്ചോണ്ടിരിക്കുക. ആവശ്യം വരുമ്പോഴൊക്കെ നമ്മൾ ഡോക്ടറുടെ വീട്ടിലേക്ക് ഓടുന്നതിലും നല്ലതല്ലേ അവരെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുന്നത്. എന്നെ നിങ്ങളെല്ലാരും കൂടി കുടിക്കുകയല്ലേ. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ഏതാ മുറി? മുള്ള. സാധനോട് പറഞ്ഞേ. ഈയൊക്കെ എന്റെ നേരത്തെ ചുമട്ടുപടിയായിരുന്നു ജോലി. കേട്ടോ. എന്താ? ആ ഡോക്ടർക്ക് രാത്രി പാൽക്കഞ്ഞി അത്രേ. ഓ, പിന്നെ 4 പൂവമ്പഴും ഒരു വലിയ ഗ്ലാസ് നിറച്ച് മുന്തിരി ജ്യൂസും. അയ്യോ, എന്നാലും എന്റെ ശിവൻകുട്ടി ഇത് എന്നോട് വേണ്ടായിരുന്നു. തെരയാവുന്ന സ്ഥലത്തൊക്കെ ഞാൻ തെരഞ്ഞു നോക്കി. ശിവൻകുട്ടിയുടെ പൊടിയുമില്ല, മായയുടെ പുകയുമില്ല. പോലീസിലൊരു പെറ്റീഷൻ കൊടുത്തു. ഇൻസ്പെക്ടർ ഇത്തിരി പൈസ ചോദിച്ചപ്പോ ആ പെറ്റീഷൻ ഞാൻ തന്നെ തിരിച്ചു വാങ്ങി. അങ്ങനെ പോലീസിന് കൈക്കൂലി കൊടുത്ത് തിരിച്ചു വാങ്ങേണ്ട ചരക്കൊന്നും അല്ലല്ലോ നമ്മുടെ ശിവൻകുട്ടി. അല്ലേ കൂടപ്പറപ്പേ? അതെ. ഇവിടത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരുവിധം സുഖമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആ ഡോക്ടറും ഭാര്യയും കുഞ്ഞും താമസം ഇങ്ങോട്ട് മാറ്റി. ഞങ്ങളൊക്കെ പട്ടിണിയിലാ. ഓരോ ദിവസത്തെ ചെലവ് കാണുമ്പോ കണ്ണില് വെള്ളം നിറയും. അച്ഛന് ഒരു സംശയവും ഇല്ല. ചറവറാന്ന് അവളോട് സംസാരിക്കുന്ന കാണാം. അതിന് അവക്കെന്ത് മനസ്സിലാവാനാ? അതിന് മലയാളം അറിയോ? അളിയോ, ഞാൻ ആ കുട്ടിയോട് സുഖമാണെന്ന് ചോദിച്ചു. എടുത്ത വഴിക്ക് അവളെ അച്ഛാന്ന് പറഞ്ഞു. അച്ഛനെ വിളിച്ചപ്പോ പിന്നെ ഞാൻ ഒന്നും മിണ്ടാൻ പോയില്ല. പിന്നെ അച്ഛൻ അവളോട് വക്കീലിനെ വിളിക്കാൻ പറയണത് കേട്ടു. ഏത് വക്കീല്? അവള് തന്നെ വക്കീല്. വേറെ ഏത് വക്കീല്? അച്യുതൻകുട്ടി, നാരണൻകുട്ടി, എന്താച്ചാ? മായ എവിടെ? അവളെയും കൂടെ വിളിക്കേ. മായ മായ എന്ത്? മായ അവള് കുളിക്കാച്ചാ, വിളിക്കണോ? അല്ലെങ്കിൽ വേണ്ട. ഇഷ്ടദാനം പറഞ്ഞു കൊടുക്കുന്ന ഈ നേരത്ത് അവളെന്തിനാ? കേട്ടോ വക്കീലേ, എനിക്ക് മക്കള് 4, 2 ആണും 2 പെണ്ണും. എല്ലാറ്റിലും ഇളയതാ ചിന്നമ്മു. അവളെ വളരെ മുമ്പേ ദൈവം തിരിച്ചെടുത്തു. ചിന്നമ്മു മരിക്കുമ്പോ എന്റെ മായമോള് ദേ ഇത്രേ ഉള്ളായിരുന്നു. ഒരു എലിക്കുട്ടിയെ പോലെ. എന്റെ പ്രാണനാ അവള്. ജീവന്റെ ജീവൻ. അവളൊന്ന് കരഞ്ഞാ മതി, എന്റെ പ്രാണൻ മുറുകും. എന്നെ ചതിക്കാത്ത, മറിച്ചൊരു വാക്ക് പറയാത്ത ആ കുഞ്ഞിനുള്ളതാ എന്റെ ശേഷിക്കുന്ന സ്വത്ത് മുഴുവൻ. അവളുടെ കല്യാണത്തിന് മുമ്പ് എനിക്കതൊന്ന് എഴുതി വെക്കണം. ഇതാ, ഇവർക്കെല്ലാം ഞാൻ നേരത്തെ തന്നെ ആവശ്യത്തിലധികം കൊടുത്തിട്ടുണ്ട്. എല്ലാം വായിച്ച് എനിക്കൊരു ഇഷ്ടദാനം എഴുതി തരണം. എടാ, ഞാനീ പറഞ്ഞതൊക്കെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങോട്ട് വാ. ചതിയായിപ്പോയല്ലോ മകളെ. കമലാക്ഷി, നമുക്കൊന്നുമില്ലേ? ഡോക്ടറെ,
ഡോക്ടറെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ചോറ്റാനിക്കര പേടാപ്പി കേസ്റ്റേ തോട്ടം അച്യുതൻകുട്ടി എഴുതി രജിസ്ട്രേഷൻ കൊടുക്ക്. ഇതിന്റെ അപ്പുറത്ത് കിടക്കണ വയല് തോട് ഫുള്ളായിട്ട് എന്റെ പൊന്നു ഡോക്ടറെ, എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദി ഒന്നും അറിയില്ല. അച്ഛന് തലയ്ക്ക് നല്ല സുഖമില്ല. ഈ കുട്ടിക്കാണെങ്കിൽ അച്ഛൻ പറഞ്ഞോട്ട് മനസ്സിലായിട്ടും ഇല്ല. ഇഷ്ടദാനത്തിൽ ഇപ്പൊ എന്താ എഴുതി വെച്ചിരിക്കണമെന്ന് അച്ഛൻ അറിയാനൊന്നും പോണില്ല. വടക്കേ വയലും കളപ്പുരയും എനിക്ക് തരാമെന്ന് അച്ഛൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. നമ്മൾ തമ്മിലൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ചോറ്റാനിക്കര അച്ഛനൊരു തോട്ടമുണ്ട്. മായക്കൊന്നും നോക്കി നടത്താനാവില്ല. ഡോക്ടർ പറഞ്ഞാൽ ഭാര്യ അത് എന്റെ പേരിൽ എഴുതി വെക്കും. എന്ത് കമ്മീഷൻ വേണമെന്ന് പറഞ്ഞാ മതി. മതി, നിർത്ത്. സാരമില്ല. സത്യം പറഞ്ഞ ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം കാണാൻ ഭാഗ്യം ചെയ്തേള നീ. നിന്റെ മുത്തച്ഛന്റെ സ്നേഹം. അദ്ദേഹം നല്ലൊരു മനുഷ്യനാ, നല്ല മനുഷ്യൻ. കരഞ്ഞത് മതി, ആരോടൊന്നും പറയണ്ട. അവർക്ക് ഇഷ്ടദാനമല്ലേ വേണ്ടത്, നമുക്കത് കൊടുക്കാം. അമ്മായിയേ, ചിക്കൻ ലാവോ? ഇങ്ങനെ കോഴിയെ തിന്നാൻ ഇവൻ ആരാ? കുറുക്കനോ? ചാപോല ഒന്നും പറഞ്ഞില്ല പരമാനന്ദജി. നല്ല നാടൻ കോഴിയാണ്. നാണമില്ലാതെ ഞണ്ണം പറഞ്ഞതാടാ കാലാ. ബോല പോലെ മേഡം. ആ